കഴിഞ്ഞ രാത്രി ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് PK ഫിറോസ് എന്നിവരെ അല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി മടങ്ങി വരികയായിരുന്നു. 11:30-12 ആയിട്ടുണ്ടാവും. പകല് മുഴുവൻ നീളുന്ന ഈ പ്രചാരണ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരിക. അപ്പോ പോലീസുകാർ അവരെ കണ്ടു. വണ്ടിയിൽ MP എന്നൊക്കെയുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ പോലീസുകാർ അവിടെ നിർത്താൻ പറഞ്ഞു. ഈ MP എന്നുള്ള ബോർഡ് കണ്ടാലും നമ്മുടെ പോലീസുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മുഖം നോക്കാതെ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരതൊന്നും ശ്രദ്ധിച്ചില്ല. MP ആണോ MLA ആണോ നമ്മളൊക്കെ നോക്കിയിട്ടെന്താ കാര്യം. വണ്ടി നിർത്താൻ പറഞ്ഞു. ഷാഫിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹം അവിടെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തി. അപ്പൊ ഈ വണ്ടിക്കുള്ളിൽ ആരാണെന്ന് അറിയണമല്ലോ. ആരാ വണ്ടി ഓടിക്കുന്നത്, അകത്ത് ആരൊക്കെ ഉണ്ട്. അപ്പൊ പോലീസുകാർ ടോർച്ച് അടിച്ചു നോക്കി. ചില രാത്രിയെ ടോർച്ച് അടിച്ചു നോക്കല്ലാതെ വേറെന്താ വഴി. ആരാണ് വണ്ടി ഓടിക്കണമെന്ന് അറിയണമെങ്കിൽ അത് ചെയ്യണമല്ലോ. പക്ഷെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് ഈ ചെറുപ്പത്തിന്റെ കുഴപ്പമാണ്. അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അദ്ദേഹം വലിയ പ്രതിഷേധ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നത് കേട്ടു. നമ്മളിപ്പം നീതി നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആളിന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കും. ചിലപ്പോൾ അതിനപ്പുറത്ത് ചെയ്തെന്ന് വരും. മനസ്സിലായില്ലേ? നമുക്ക് കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കണം. നീതിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൈറ്റ് അടിച്ചു നോക്കിയത്. ഇനി ലൈറ്റ് അടിച്ചു നോക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. അത്രേ ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ.